ഗെറ്റ് റെഡി ഗെറ്റ് റെഡി. 3 മിനിറ്റേ ഉള്ളൂ, അതിനുള്ളിൽ പറഞ്ഞു തീർക്കാം. മലപ്പട്ടം മാറും. ഈ ചങ്ങായിനോട് പറയാം കത്തി താഴെ വെച്ചിട്ട് നിയമം കയ്യിൽ പിടിക്കാൻ. LDF ആയാലും UDF ആയാലും SDP ആയാലും RSS ആയാലും BJP ആയാലും നിങ്ങൾക്ക് ഇനി EK ആയാലും AP ആയാലും തലപ്പ് ആയാലും ഏത് പണ്ടാരടങ്ങിയാലും നിങ്ങൾക്ക് ഇനി രക്ഷയൊന്നുമില്ല. അപ്പം ഭാരത് സഞ്ചാർ നമുക്ക് ഭാരതീയനാകാം. ഭാരതാംബ ഭൂമി ദേവി എന്തെല്ലാമാണ് നമുക്ക് ഭാരതനാകാം, ഭാരതീയൻ. അപ്പോൾ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3G 4G എല്ലാം കനിമൊഴിയെല്ലാം പൈസ തിന്ന നാടാണ്. കനിമൊഴി എന്നെല്ലാം പറഞ്ഞ ഒരു ആൾക്കാരെല്ലാം ഉണ്ടായിന് 3Gക്ക് 4Gക്ക് എല്ലാം BSNL തിന്നാൻ. അപ്പോൾ അതേ അവസ്ഥ തന്നെ ഇപ്പം കേരളത്തിൽ പ്രശ്നം. കേരളം BSNL കാര്യം ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെതായ ആൾക്കാരോട് സംസാരിച്ചാലും പറയുന്നത് നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല, കോൺട്രാക്റ്റിംഗ് പ്രശ്നമാണ്. അപ്പോൾ ഫ്രാഞ്ചൈസി ഉണ്ട് ഇവർക്ക്. ഇങ്ങനെ ഒരു ബ്രോഷർ ഇറങ്ങിയിട്ടുണ്ട്. BSNL ഫ്രാഞ്ചൈസി എന്ന് വെച്ചാൽ കോൺട്രാക്റ്റിംഗ് കമ്പനി. പിന്നെ നമ്മളെ പോലത്തെ അല്ലെങ്കിൽ നിങ്ങൾ കാണും BSNL എന്നെല്ലാം എഴുതി ഒട്ടിച്ച ആൾക്കാർ. ചില ആൾ FTTHൻ്റെ ഓതറൈസ്ഡ് ഡീലറായിരിക്കാം, ചില ആൾ സിമ്മിൻ്റെ ഓതറൈസ് മാത്രമേ ഉണ്ടാവും. അപ്പം FTTHൻ്റെ ഓതറൈസ്ഡ് ഡീലർ അടുത്ത് പോയിട്ട് വേണോ നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ. നിങ്ങൾക്ക് നാട്ടിൽ കാണുന്ന ഈ ആൾക്കാർ, കാരണം എല്ലാവരെയും പേര് പറഞ്ഞ് അധിക്ഷേപിക്കാൻ പാടില്ല. കാരണം ബിസിനസ് ആകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഈ നാട് 80% കറപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്രൗഷർ തന്നു കഴിഞ്ഞാൽ തന്നെ DSNൻ്റെ അടുത്ത് പോയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. എന്ന് വെച്ചാൽ BSNL നേരിട്ട് പോയിട്ടും ചെയ്യാം, കാരണം അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. DSAനോടും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ DSA ആണ്, FTTHൻ്റെ DSAകളാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. BSNL ഇരിക്കുന്ന ഏളാമാൻ്റെയും മൂത്താമാൻ്റെയും മക്കൾ ചില ആൾക്കാർ പറഞ്ഞു തരില്ല. അതിൻ്റെ വലിയ പ്രശ്നമുണ്ട്. കാരണം അവർ കാരണമാണ് അവരെ ബ്ലഡ് റിലേഷനിൽ ഇപ്പം ഭാര്യയും ഭർത്താവും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്ന പോലെ അവരെ റിലേഷനിലെ ആൾക്കാർക്കാണ് കോൺട്രാക്റ്റിങ് ഫ്രാഞ്ചൈസി കൊടുത്തിരിക്കുന്നത്. അപ്പം പോസ്റ്റിൽ BSNLൻ്റെ പോസ്റ്റ് രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും പോസ്റ്റ് ഉപയോഗിക്കുന്നതും മറ്റുള്ള കേരള വിഷൻ ആയാലും മറ്റുള്ള നെറ്റ്വർക്ക് ആയാലും അവരുടെ വയറുകൾ വരിക്കുന്നത് BSNLൻ്റെ പോസ്റ്റ് പില്ലേഴ്സ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. തായിലേ പോവും, മേലിലേ പോവും, കുറേ വയറ് കാണും. കുറേ ആൾ ഇനി മറ്റേ വായിട്ട് അളക്കിയല്ലാണ്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ പറയാനുള്ളത് ഇന്ത്യൻ സിറ്റിസൺ ചങ്കൂരത്തോടെ പറയും, DSNൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക. BSNL നേരിട്ട് പോയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് KCBയുടെ സോളാർ പാനൽ വെച്ചതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇക്വേഷൻ പറഞ്ഞെന്ന് BSNLൻ്റെ നേരിട്ട് ഓഫീസിൽ പോയിട്ട് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന കറപ്ഷൻ ഓഫീസേഴ്സ് നിങ്ങളെ ചീറ്റ് ചെയ്യും. അതിൻ്റെ ഇതാണ് കേരളത്തിൻ്റെ KCBൻ്റെ സോളാർ പാനൽ വെച്ചതിൻ്റെ അവസ്ഥ. അവരോടും കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് BSNL കസ്റ്റമറോടും കാര്യങ്ങൾ ചോദിക്കുക. അവരും പറഞ്ഞുതരും അവരുടെ വിഷമങ്ങൾ.